നമ്മൾ ഇസ്രായേൽ ഇൻ എൻഡ് ടൈംസ്, അന്ത്യകാലത്ത് ഇസ്രായേൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ബേസിക് ക്ലാസ്സാണ്. ബേസിക് ലെവലിൽ നിന്ന് ഇത് പഠിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നത്. ആ രീതിയിൽ അതിനെ കാണുക എന്നുള്ളതാണ്. ഇസ്രായേൽ എന്നുള്ളത് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കുന്ന ഒരു ജനമാണ്. അവർ ആ ഒരു ലോകത്തിലെ ഒരു ജാതികൾക്കും അവകാശപ്പെടുവാൻ കഴിയാത്ത വണ്ണമുള്ള പ്രത്യേകതകൾ നിറഞ്ഞ ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ ജനമാണ് ഇസ്രായേൽ ജനം. അവരെ വേറൊരു രാജ്യത്തിന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടില്ല. എവിടേക്ക് അവർ പോയോ അവർ ഡിസ്റ്റിങ്ക്റ്റായിട്ട് തന്നെ അവർ ഇരുന്നിരുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതകൾ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഭാരതത്തിൽ പോലും കൊച്ചിയിലൊക്കെ വന്നതിന് ശേഷം അവരുടെ ഇൻഡിവിജ്വാലിറ്റി, അല്ലെങ്കിൽ അവരുടെ ആ രാജ്യം, അല്ലെങ്കിൽ അവരുടെ രക്തം, അവരുടെ ബ്ലഡ്, അവരുടെ വിശ്വാസം, അവരുടെ ആചാരങ്ങൾ, ഇതെല്ലാം അവർ പ്രിസർവ് ചെയ്തിരുന്നു, സൂക്ഷിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവം അവരെ തിരഞ്ഞെടുത്തതിൻ്റെ മുഖ്യമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രാധാന്യമുള്ള വിഷയം എന്ന് പറയുന്നത്, ലക്ഷ്യം എന്ന് പറയുന്നത്, ഒരു ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ലോകത്തെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല, തിരുവെഴുത്തുകൾ അവർ നമ്മുടെ കൈകളിലേക്ക് എത്തുവാനായിട്ട് കാരണവും ഇസ്രായേൽ ജനമാണ്, യഹൂദന്മാരാണ്. പഴയ നിയമം നമ്മുടെ കയ്യിലും പുതിയ നിയമം നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, കർത്താവിനെ നമുക്ക് ലഭിച്ചത് അവരുടെ വംശത്തിൽ ജനിച്ചത് കൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയും മാത്രമല്ല, ലോകത്തെ ധാർമ്മിക ജീർണതയിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട്, അല്ലെങ്കിൽ ദ മോറൽ പ്രിൻസിപ്പിൾസ്, ലോകത്തിൽ നിന്ന് കാണുന്ന എല്ലാ മോറൽ പ്രിൻസിപ്പിൾസിൻ്റെയും ഉറവിടം നമുക്ക് അവിടെ ദൈവം അവർക്ക് നൽകുന്നതായിരിക്കുന്ന കൽപ്പനകളാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞു. അവരുടെ ചരിത്രം നമ്മൾ അബ്രഹാമിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കുന്ന ചരിത്രം, അബ്രഹാമുമായിട്ട് ദൈവം ചെയ്തായിരിക്കുന്ന ഉടമ്പടി അല്ലെങ്കിൽ വാഗ്ദത്തം, അതിൽ നിന്നാണ് ഈ ഇസ്രായേൽ ജനം ഉത്ഭവിക്കുന്നത്. പിന്നെ അവർ മിസ്രൈമിലേക്ക് പ്രവാസികളായിട്ട് പോയി. 400 വർഷം അവരവിടെ പ്രവാസികളായിട്ട് അവിടെ ഇരുന്നു. എന്നാൽ അതിനുശേഷം അവർ വാഗ്ദത്ത ദേശമായിരിക്കുന്ന കനാനിലേക്ക് കടന്നു വന്നു. അവരുടെ സ്വപ്നഭൂമിയായിരിക്കുന്ന, അല്ലെങ്കിൽ അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്ത് ആ സ്ഥലത്തേക്ക് അവർ പ്രവേശിക്കുന്നു. ന്യായാധിപന്മാരുടെ കാലം, അതിനുശേഷം രാജാക്കന്മാരുടെ കാലം. ആ രാജാക്കന്മാരുടെ കാലത്തിൽ ദാവീദിൻ്റെ കാലമാണ് ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അതിനുശേഷം ശലോമോന് ശേഷം ആ രാജ്യം രണ്ടായിട്ട് തിരിയുകയാണ്. 10 ട്രൈബ്സ് ഉള്ള 10 ഗോത്രങ്ങൾ ഉള്ള ഒരു ഇസ്രായേൽ എന്നുള്ള രാജ്യമായിട്ടും, 2 ഗോത്രം യൂദയും ബെന്യാമീനും ഉള്ള 2 ഗോത്രങ്ങൾ ചേർന്നുള്ള യഹൂദ എന്നുള്ള രാജ്യവും രണ്ടായിട്ട് അവർ ഫോം ചെയ്യുകയാണ്. 2 രാജ്യങ്ങൾ അവിടെ നിന്ന് തുടങ്ങി. ആ 2 ജനങ്ങളും 2 രാജ്യവും മറ്റ് ജാതികൾ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ആദ്യം ഇസ്രായേൽ 721 606 നെബൂഖദ്നേസറിൻ്റെ കൈകളിൽ യഹൂദയും അകപ്പെട്ടു. അങ്ങനെ അവർ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് ചിതറുന്ന ആ സ്റ്റാർട്ടിങ് അവിടെ നിന്ന് തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് അതിനെ ജാതികളുടെ കാലം എന്ന് പറയുന്നത്. അന്ന് മുതൽ ജാതികളുടെ ഡോമിനേഷൻ, അല്ലെങ്കിൽ മറ്റു നേഷൻസ് അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് തുടങ്ങിയ ഒരു കാലഘട്ടം അവിടെ തൊട്ട് ആരംഭിക്കുന്നു. അതുകൊണ്ടാണ് ജാതികളുടെ കാലം. ഇത് നമ്മൾ ഓർത്തിരിക്കുന്നത് എപ്പോഴും നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് എളുപ്പമാണ്. ജാതികളുടെ കാലം. അവർ തിരിച്ച് ജെറുസലേമിലേക്ക് 70 വർഷത്തിന് ശേഷം കടന്നു വന്നു. സിറ്റിയും നഗരവും ടെമ്പിളും ദേവാലയവും പണിയപ്പെടുവാനായിട്ട് അവർ ആഗ്രഹിച്ചു. അതിന് 40,000 പേര് ജെറുസലേമിലേക്ക് മടങ്ങി. പിന്നെ അവരുടെ ചരിത്രത്തിൽ നോക്കുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കപ്പെട്ടത് അന്ത്യോക്കസ് എപ്പിഫാനസിൻ്റെ കാലത്താണ്. ആ അന്ത്യോക്കസ് എപ്പിഫാനസ് കിങ് ഓഫ് സുറിയ, അല്ലെങ്കിൽ ഗ്രീക്കിൽ നിന്ന് വന്നതായിരിക്കുന്ന, ഗ്രീസ് കിങ്ഡമിൽ വന്നതായിരിക്കുന്ന രാജാവാണ് അവരെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത്. അതിൻ്റെ പ്രതിഫലനമായിട്ട്, അല്ലെങ്കിൽ അതിനുള്ള പ്രത്യാഘാതമായിട്ട് യഹൂദന്മാരുടെ ഇടയിലുണ്ടായ ഒരു വലിയൊരു റെവല്യൂഷനാണ് മക്കാബിയ വിപ്ലവം എന്ന് പറയുന്നത്. ആ മക്കാബീസിൻ്റെ നേതൃത്വത്തിൽ അവർ നടത്തിയതായിരിക്കുന്ന വലിയൊരു റെവല്യൂഷനാണ്, അല്ലെങ്കിൽ അവിടെ ഒരു വലിയൊരു വിപ്ലവം അവർ നടത്തി. ഗ്രീക്ക് സാമ്രാജ്യത്തിനെതിരായിട്ട് ചെയ്തതായിരിക്കുന്ന വലിയൊരു വിപ്ലവമാണ്. അതിൻ്റെ അലയൊലികൾ പിന്നെയും തുറന്നുകൊണ്ടേയിരുന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ കൺട്രോളിൽ വരുമ്പോഴും ഈ മക്കാബിയരുടെ, അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് നിൽക്കുന്ന എരിവുകാരെ പോലുള്ളവർ, അങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു. ഇവിടെയാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ജനനം നമ്മൾ കാണുന്നത്. റോമൻ സൈന്യത്തിൻ്റെ കീഴിലിരിക്കുമ്പോൾ, റോമൻ രാജാവിൻ്റെ കീഴിലിരിക്കുമ്പോഴാണ്, കൈസറുടെ കീഴിലിരിക്കുമ്പോഴാണ് അവിടെ യേശുക്രിസ്തുവിൻ്റെ ജനനം അവിടെ നടക്കുന്നത്. അവൻ മശിഹ ആണെന്ന് നമ്മുടെ പ്രവചനങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് യഹൂദന്മാർക്ക് കഴിഞ്ഞില്ല. അവനെ തിരസ്കരിക്കുകയും അതിനുശേഷം അവനെ ക്രൂശിക്കുകയും ചെയ്തു. നമുക്കറിയാം
അതിനുശേഷം AD 70 റോമൻ സൈന്യം യെരുശലേമിനെ പൂർണ്ണമായിട്ടും കീഴടക്കി നശിപ്പിച്ചു എന്ന് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഇതെല്ലാം ഫാക്ച്വൽ എവിഡൻസസ് ആണ്, അല്ലെങ്കിൽ ട്രൂത്താണ്. ഇതെല്ലാം നടന്ന കാര്യങ്ങളാണ്, പല രേഖകളുമുണ്ട്. അതിനുശേഷം റോമ സൈന്യവരെ കീഴ്പ്പെടുത്തിയതിനു ശേഷം യഹൂദന്മാർ പലയിടങ്ങളിലേക്ക് അവർ പിരിഞ്ഞുപോയി. അവരുടെ കാലഘട്ടത്തിൽ, അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ദുഷ്കരമായിരിക്കുന്ന ബുദ്ധിമുട്ട് നിറഞ്ഞ കാലത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. അതിന് ക്രിസ്ത്യാനികളും കാരണമായി തീർന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 1095 മുതൽ ക്രൂസൈഡേഴ്സ് യഹൂദന്മാരെ വളരെയധികം പീഡിപ്പിച്ചു. യെരുശലേം കീഴടക്കാനായിട്ട് അവർ ജെറുസലേം കീഴടക്കി ഇസ്രായേൽ അവരുടെ കീഴിൽ അടിമകളായിട്ട് ആകുകയും ചെയ്തു. ഈ ക്രൂസൈഡേഴ്സിനെ അല്ലെങ്കിൽ കുരിശുയുദ്ധം എന്ന് പറയുന്നത് ഇന്നും അവർക്ക് ഓർക്കുമ്പോൾ വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതൊരു വലിയ യുദ്ധത്തിൻ്റെ രാഷ്ട്രീയമായിരിക്കുന്ന കാര്യമാണ്. ഒരു മതപരമായിരിക്കുന്ന കാര്യമാണോ എങ്കിലും, അത് മതത്തിൽ അധിഷ്ഠിതമായ കാര്യമാണെങ്കിലും കൂടുതലും ഒരു രാഷ്ട്രീയമായിരിക്കുന്ന അല്ലെങ്കിൽ രാജ്യങ്ങളെ കീഴടക്കാനാണ്. ഈ കുരിശുയുദ്ധം എന്ന് പറയുന്നത് ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ മുസ്ലിം അത്യധികം അല്ലെങ്കിൽ വർദ്ധിച്ചിരുന്നതിനെ അവർക്കൊരു ചെക്ക് വെക്കുവാനായിട്ട്, അവരെ നിർത്തുവാനായിട്ട് ഇടയായി തീർന്നത് ഈ കുരിശുയുദ്ധമാണ്. പിന്നെ ആൻറ്റിസെമിറ്റിസം എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ഇവരോടുള്ള വിരോധത്തെ, പൊതുവായിട്ട് യഹൂദന്മാരോടുള്ള വിരോധത്തെ, ജൂതജനതയോടുള്ള വിരോധത്തെ ആൻറ്റിസെമിറ്റിസമാണ് പറയുന്നത്. ഇംഗ്ലീഷ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ പലപ്പോഴും ഈ വാക്കുകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ആൻറ്റിസെമിറ്റിക് എന്നുള്ള വാക്ക് പലപ്പോഴും ന്യൂസ് പേപ്പറുകളിലൊക്കെ ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അവർ ഈ ക്രിസ്ത്യാനികളെന്ന് പറയപ്പെടുന്നവർ പോലും യൂറോപ്പിൽ വളരെയധികം അവരെ പീഡിപ്പിച്ചു. അതിൽ ഈ ഇംഗ്ലണ്ട് അവരവിടെ നിന്ന് കിങ് എഡ്വേർഡ് അവരെ പുറത്താക്കുകയാണ്. പിന്നെ ഫ്രാൻസ് യഹൂദന്മാരെ എല്ലാം പുറത്താക്കി. സ്പെയിൻ അവരെ പുറത്താക്കി. എന്ത് കുഴപ്പങ്ങൾ ലോകത്തിൽ നടന്നാലും യൂറോപ്പിൽ നടന്നാലും അതിനെല്ലാം കാരണക്കാർ യഹൂദന്മാരാണെന്നുള്ള രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെട്ടു. ആ വർഷങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. AD 1290 യഹൂദന്മാരെ ഇംഗ്ലണ്ടിൽ നിന്ന് പുറത്താക്കുന്നത്. 1306 ഫ്രാൻസ് അവരെ പുറത്താക്കുന്നത്. 1492 സ്പെയിൻ അവരെ പുറത്താക്കുന്നത്. പിന്നെ 1348 മുതൽ 50 വരെ പല കാര്യങ്ങളാൽ അവരുടെ കുറ്റം ചുമത്തപ്പെട്ടവരായിട്ട് യഹൂദന്മാരെ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയും അധികം പീഡകൾ അനുഭവിച്ച ഒരു ജാതി ലോകത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയും, അവർ മാത്രമേ ഉള്ളൂ. പിന്നെ റഷ്യയിൽ അവരനുഭവിച്ചതായിരിക്കുന്ന പീഡകൾ 1881 സാർ ചക്രവർത്തി എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ളവർക്കറിയാം. സാർ ചക്രവർത്തി, ആ ചക്രവർത്തിയുടെ സമയത്ത് അവർ അനേക പീഡനങ്ങളിൽ കൂടി കടന്നുപോയി. പിന്നെ ഏറ്റവും കൂടുതൽ നടന്നതാണ് സ്റ്റാലിൻ്റെ സമയത്തും ഹിറ്റ്ലറുടെ സമയത്തും അവരനുഭവിച്ചതായിരിക്കുന്ന പീഡകൾ. സ്റ്റാലിൻ്റെ ഭരണകാലത്ത് 3 ദശലക്ഷം ജൂതന്മാരാണ് കൊല്ലപ്പെടുന്നത്. 3 മില്യൺ ജ്യൂസ്, അത്രയുമാണ് അവർ കൊല്ലപ്പെടുന്നത്. ആലോചിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹിറ്റ്ലറിൻ്റെ ചരിത്രം നമുക്ക് ഈയിടയ്ക്ക് നടന്നതായതുകൊണ്ട് പലപ്പോഴും നമ്മൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഹിറ്റ്ലറിൻ്റെ സമയത്ത് യഹൂദന്മാർ എങ്ങനെയാണ് പെർസിക്യൂട്ട് ചെയ്യപ്പെട്ടത്, ഗ്യാസ് ചേമ്പറിൽ അടച്ചതും അവരെ പല രീതിയിൽ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലുന്നതും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. 1930 റീസെൻ്റ്ലി നടന്നതാണ്. അത് ഒത്തിരി പഴയതൊന്നും അല്ല. അതാണ് നമ്മൾ ആലോചിക്കുന്നത്. റീസെൻ്റ്ലി നടന്നതാണ്. കുറച്ച് വർഷങ്ങൾക്ക് അല്ല 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതായിരിക്കുന്ന കാര്യമാണ്. അന്ന് അതിൻ്റെ ആ പീഡകൾ കടന്നു പോയവർ ഇന്നും ചിലർ ശേഷിപ്പുണ്ട് എന്നുള്ളതാണ് വളരെ നമ്മൾ ഓർക്കേണ്ട കാര്യം. എന്നാൽ ഈ യഹൂദന്മാർ വീണ്ടും തളിർത്തു. വീണ്ടും ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ആസ് എ നേഷൻ അവർ ചിതറിപ്പോയെങ്കിലും വീണ്ടും ഒന്നു ചേർക്കപ്പെട്ടു എന്നുള്ളതാണ്. അവരുടെ ജനസംഖ്യ നോക്കുക, 12,000 1845 യഹൂദന്മാർ. ഇസ്രായേലിലുള്ള യഹൂദന്മാർ അത്രേ ഉള്ളായിരുന്നുള്ളൂ. ഇസ്രായേലിലുള്ള യഹൂദന്മാർ 12,000 പേരേ ഉള്ളൂ. ആലോചിച്ച് നോക്കുക, 12,000 പേര്. ബാക്കി എല്ലാവരെല്ലാം ചിതറിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. അങ്ങനെ ലോകത്തിൽ അവരുടെ എണ്ണം പോലും ഇല്ലാതെ വണ്ണം അവർ ചുരുങ്ങിപ്പോയി. എന്നാൽ 12,000 പേരാണ് ഇസ്രായേലിലുണ്ടായിരുന്നത്. പിന്നെയാണ് ഈ 1917 ബ്രിട്ടീഷുകാർ ഒരു ഡിക്ലറേഷൻ ചെയ്തു. യഹൂദന്മാർക്ക് ഇസ്രായേലിലേക്ക്, പലസ്തീൻ എന്നറിയപ്പെടുന്ന പലസ്തീനിലേക്ക് തിരിച്ചു വരാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടെന്ന് ബ്രിട്ടീഷുകാർ ഡിക്ലെയർ ചെയ്തു. ആ ഡിക്ലറേഷനെയാണ് ബാൽഫോർ ഡിക്ലറേഷൻ എന്ന് പ്രസിദ്ധമാണ്. ഈ ബാൽഫോർ ഡിക്ലറേഷനിൽ ഈ ബ്രിട്ടീഷുകാർ പറഞ്ഞു, ഇംഗ്ലണ്ടിൽ ഉള്ളവർ പറഞ്ഞു, നിങ്ങൾക്ക് തിരിച്ചു വരാം ഈ രാജ്യത്തേക്ക്, പലസ്തീൻ അവർ കാണുമെന്ന് പറഞ്ഞു. എന്നാലും പലസ്തീനിൽ അപ്പോഴും സമാധാനമില്ല. എന്നാൽ 1948 അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. തിരിച്ചു വന്ന യഹൂദന്മാർ അവിടെ രാജ്യം സ്ഥാപിക്കുകയും അവർ ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ അവർ ആരംഭിക്കുകയും ചെയ്തു. 1948 നമുക്കെപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത്?
1947. അപ്പോൾ അതിനുശേഷം ഏകദേശം ചില മാസങ്ങൾക്ക് ശേഷമാണ് ഇസ്രായേൽ രാഷ്ട്രം അവിടെ ആരംഭിക്കുന്നത്. അത് മുതലാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന പാലസ്തീൻ ഗാസ പ്രശ്നങ്ങളൊക്കെ അതിനുശേഷം നമ്മൾ കാണുന്നത്. അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നില്ല. ഇസ്രായേലിൻ്റെ വർധനവ്, പിന്നെ അതിനുശേഷം നമുക്ക് യഹൂദന്മാരുടെ വർധനവ് നമുക്ക് അറിയാം. ഇപ്പോൾ 1 കോടിയിൽ പരം ആൾക്കാരാണ് ഇന്ന് ഇസ്രായേലിലുള്ളത്. ഒരു നല്ല രാജ്യമായിട്ട്, ഫലഭൂയിഷ്ഠമായിരിക്കുന്ന രാജ്യമായിട്ട്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുന്ന രാജ്യമായിട്ടാണ് ഇന്ന് നമ്മൾ ഇസ്രായേലിനെ കാണുന്നത്. അവരുടെ സോളാർ ഗവേഷണം, സോളാർ ബാറ്ററീസിൻ്റെ ഗവേഷണം, ബാറ്ററി കാറുകളുടെ ഉൽപ്പാദനം, അതിൻ്റെ എല്ലാ ഗവേഷണവും ഇസ്രായേൽ നടക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അവരുടെ കൃഷി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അവർ വളരെയധികം പുരോഗമിച്ചിരിക്കുകയാണ്. കൾട്ടിവേഷൻ, അപ്പോൾ പല രീതിയിലുള്ള കൾട്ടിവേഷൻസാണ് അവർ ചെയ്യുന്നത്. ഇതൊക്കെ ലോകത്തിന് മാതൃകയായിട്ട് ഇന്നത്തെ ഏറ്റവും നല്ല ഒരു ഫലഭൂയിഷ്ഠമായിരിക്കുന്ന രാജ്യം, ടെക്നോളജിയിൽ അഡ്വാൻസ് ആയിരിക്കുന്ന രാജ്യം. നമുക്കറിയാമല്ലോ, അവർ കഴിഞ്ഞ യുദ്ധത്തിലൊക്കെ അവർ ഉപയോഗിച്ചതായിരിക്കുന്ന മിസൈലുകളെ തടുക്കാനുള്ളതായിരിക്കുന്ന ആൻറ്റി മിസൈൽ എക്വിപ്മെൻറ്റ്സും ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആ രീതിയിൽ ഇന്ന് ലോകത്തിലെ വലിയ ഒരു രാജ്യമായിട്ട് സാമ്പത്തികം, രാഷ്ട്രീയം, അല്ലെങ്കിൽ അവരുടെ ടെക്നോളജി, എല്ലാ കാര്യങ്ങളും, സാങ്കേതികമായിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം മുൻപന്തി നിൽക്കുന്നതാണ്. ഇസ്രായേലിൻ്റെ മികവിൻ്റെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻഡബേ ആക്രമണം കേട്ടിട്ടുണ്ടോ? എൻഡബേ ആക്രമണം അതൊന്ന് വായിക്കുകയോ പഠിക്കുകയോ വീഡിയോ കാണുകയോ ചെയ്താൽ നല്ലതാണ്. സോ ത്രിൽസ്, നമ്മളെ വളരെയധികം ത്രില്ല് ചെയ്യുന്നതാണ് ഒരു രാജ്യത്തിന് ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. എൻഡബേ ആക്രമണം എന്ന് ഞാൻ ഇടയ്ക്കൊന്ന് ഒന്ന് സൂചിപ്പിച്ചോട്ടെ. എന്നെ എപ്പോഴും കോൾമയർ കൊള്ളിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഒരു ഫിലിം ഇറങ്ങിയിട്ടുമുണ്ട്, പിന്നെ പേരെനിക്കറിയത്തില്ല. ഹൗ ദേ പ്ലാൻഡ് അതെന്നുള്ളതാണ്. ഒരു വിമാനത്തെ ഉഗാണ്ടയിലേക്ക് തട്ടിക്കൊണ്ടുപോകുന്നതാണ്. ആ ഉഗാണ്ടയിലേക്ക് തട്ടിക്കൊണ്ടുപോയ വിമാനത്തെ അതിൻ്റെ അകത്തുള്ളവരെല്ലാവരും ബന്ദികളാക്കിയപ്പോൾ ലോകം മുഴുവൻ എങ്ങനെ ഇവരെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് നിഷ്ഠൂരായിരിക്കുന്ന ആൾക്കാരുടെ അവിടെ ഉണ്ട്. അവരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ വളരെ സൈലൻ്റായിട്ട് കാര്യങ്ങളെ പ്ലാൻ ചെയ്തു. ഓക്കെ, ഒറ്റ വിമാനം, 1-2 വിമാനമാണെന്ന് തോന്നുന്നു, അവിടെ നിന്ന് ഇസ്രായേലിൽ നിന്ന് ആരും അറിയാതെ പുറപ്പെട്ട് നേരെ ആ പ്ലെയിനെ എവിടെ പിടിച്ചു വച്ചിരിക്കുന്നു ആ വിമാനത്തിൽ വളരെ ലൈറ്റ്നിങ് സ്പീഡിൽ അവിടെ ഇറങ്ങി അവരിൽ ഒരാൾ മാത്രമേ കൊല്ലപ്പെടുന്നുള്ളൂ. ബാക്കി എല്ലാവരെയും അവിടെ നിന്ന് എല്ലാവരും രക്ഷപ്പെടുത്തി. ഈ പോയവരിൽ ഇസ്രായേലിൽ യഹൂദൻ ഒരാൾ കൊല്ലപ്പെടുകയും ബാക്കി എല്ലാവരെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തതായിരിക്കുന്ന കാര്യമാണ്. 1972 ഏതാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. സോ എനിക്കത് ഓർമ്മയുണ്ട്. ആ കാര്യം പത്രത്തിൽ വന്നതും പിന്നെയും ഞാൻ എപ്പോഴും അത് വായിക്കും. ഈ എൻഡബേ വിമാനത്താവളത്തിൻ്റെ ആക്രമണത്തിൻ്റെ പദ്ധതി എങ്ങനെയായിരുന്നു എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയൊരു സ്കീമായിരുന്നു, അല്ലെങ്കിൽ ഒരു പദ്ധതിയായിരുന്നു. ഇൻ്റലിജൻസിൻ്റെ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയുടെ ഏറ്റവും വലിയൊരു വിനിയോഗം കാണിച്ചതാണ് ഈ എൻഡബേ വിമാനത്താവളത്തിൻ്റെ ഈ ആക്രമണം. അവരെ എത്ര കൃത്യതയോടെ അവരത് ചെയ്തു എന്നുള്ളതാണ്. എല്ലാവരെയും രക്ഷപ്പെടുത്തുകയാണ് അവിടെ ചെയ്യുന്നത്. വളരെ അത്ഭുതകരമായിരിക്കുന്ന ബുദ്ധിയുള്ള അവരുടെ മൊസാദിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അവരുടെ രഹസ്യാന്വേഷണ വിഭാഗമാണ് മൊസാദ് എന്ന് പറയുന്നത്. വളരെ ലോകത്തിലെ ഏറ്റവും തീഷ്ണതയുള്ള അല്ലെങ്കിൽ വളരെ ബുദ്ധിശക്തിയുള്ളവർ ആണ് ആ ഒരു ഗ്രൂപ്പ്. അങ്ങനെയുള്ളൊരു രാജ്യമാണ് ഇസ്രായേൽ. അപ്പോൾ ആ രാജ്യത്തെ ദൈവം ഇത്രയും അനുഗ്രഹിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇതിവിടെ ഇപ്പോൾ ഞാൻ ഇനിയും സിവിലൈസേഷനുമായിട്ട് ചില കാര്യങ്ങൾ ഇതെല്ലാം ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. മേജർ സിവിലൈസേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നത് നല്ലതാണ്. ലോകത്തിൽ നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഈ ലോകം ഉണ്ടായിരുന്നു, അല്ലേ? നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ലോകമുണ്ടായിരുന്നു, ജനങ്ങളുണ്ടായിരുന്നു, രാജ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. BC 4000 മുതലാണ് ഏകദേശം നമുക്ക് ഈ സിവിലൈസേഷൻ സംസ്കാരത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന അവലോകനം അല്ലെങ്കിൽ നാഗരികതയെക്കുറിച്ചുള്ള അറിവുള്ളത്. BC 4000 എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന് 4000 വർഷങ്ങൾക്ക് മുൻപ്. ഓക്കെ, നാഗരികത, കൾച്ചർ അല്ലെങ്കിൽ സിവിലൈസേഷൻ അത് ആദ്യമായിട്ട് കാണുന്നത് സുമേരിയൻ, ബാബിലോണിയൻ, അസീറിയൻ എന്ന് പറയുന്ന സംസ്കാരങ്ങളാണ്. അതിൽ ഏറ്റക്കുറച്ചിലുണ്ട്. സുമേരിയൻ ആണ് അല്ലെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് സുമേരിയൻ. ഈ സുമേരിയൻ, ബാബിലോണിയൻ, അസീറിയൻ എല്ലാം ഇസ്രായേലിന് നോർത്തായിട്ട് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി, ഞാൻ മാപ്പ് കാണിച്ചായിരുന്നല്ലോ, ആ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയുടെയൊക്കെ മുകളിലായിട്ട് അവിടെയൊക്കെ രൂപം കണ്ടതായിരിക്കുന്നതാണ് ഈ ബാബിലോണിയ സംസ്കാരം എന്ന് പറയുന്നത്. അതിന് ചില വിഭാഗങ്ങളുണ്ട്. സുമേരിയൻ നോർത്തിലിരിക്കും, ബാബിലോണിയൻ താഴെ
പിന്നെ അടുത്ത് അസീറിയൻ, ഇങ്ങനെയുള്ള സംസ്കാരങ്ങൾ. ഇതിൻ്റെ കാലഗണന അല്ലെങ്കിൽ ഇതൊക്കെ മിക്സ്ഡാണ്. ഏതാദ്യം എന്നുള്ളതൊന്നും അറിയില്ല. ഏകദേശം BC 4000-ലാണ് ഇപ്പോൾ നമ്മുടെ ചരിത്ര അവശിഷ്ടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്കവേഷൻസിൽ നിന്നൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ സുമേരിയൻ ആദ്യത്തെ ക്യൂണിഫോം എഴുത്തുകൾ, അല്ലെങ്കിൽ ക്യൂണിഫോം എഴുത്തെന്നറിയാലോ, ഉളി കൊണ്ട് ഇങ്ങനെ വെട്ടി കല്ലുകളിൽ എഴുതുന്നതാണ് ഈ ക്യൂണിഫോം എഴുത്തുകളെന്ന് പറയുന്നത്. ക്യൂണിഫോം ടാബ്ലറ്റ്സ് എന്ന് പറയും. ഉളി കൊണ്ട് അല്ലെങ്കിൽ ഉളിയിൽ ചുറ്റി വെച്ച് അടിച്ചിട്ട് എഴുതുന്ന എഴുത്തുകൾ. അപ്പോൾ അങ്ങനെയാണ് അതൊക്കെ സുമേരിയനിലാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ രേഖകളൊക്കെ കാണിക്കുന്നത് BC 4000 മുതലാണ് എന്നുള്ളതാണ്. അതിന് മുമ്പുള്ളതൊന്നും നമുക്ക് അവൈലബിൾ അല്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും. ഓക്കെ. പിന്നെ നമ്മൾ കാണുന്നത് പാരലലി അല്ലെങ്കിൽ അതിനോട് ചേർന്ന് തന്നെയാണ് മിസ്രൈമിൽ ഉള്ളതായിരിക്കുന്ന നാഗരികത. നൈൽ നദീതീരത്ത് നമുക്ക് ഏകദേശം ഭൂപടമൊക്കെ ഇടയ്ക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എവിടെയാണ് യൂഫ്രട്ടീസ്, ടൈഗ്രിസ്, ഏതെങ്കിലും തോട്ടം ഇരുന്ന്. അതൊക്കെ ഒന്ന് ക്യൂരിയോസിറ്റിയിൽ നമ്മളൊന്ന് ഗൂഗിൾ മാപ്സ് ഒന്ന് എടുത്ത് ഓപ്പൺ ചെയ്തിട്ടൊക്കെ ഒന്ന് നോക്കിയാൽ നല്ലതാണ്. അപ്പോൾ ആ ഈജിപ്റ്റ് അതിൻ്റെ ഇടതുവശത്തായിട്ട് നമുക്ക് കാണാം മിസ്രൈം, നൈൽ നദി, നല്ല ഫലഭൂയിഷ്ടമായിരിക്കുന്ന പ്രദേശങ്ങൾ അവിടെ ഉണ്ടാകുന്നതിന് കാരണം ഈ നദിയാണ്. ആ നദിയുടെ തീരങ്ങളിൽ ഉത്ഭവിച്ചതാണ് ഈജിപ്ഷ്യൻ നാഗരികത, മിസ്രൈമ്യരുടെ നാഗരികത. അതിനിടയിലാണ് അക്കാഡിയൻ എന്ന് പറയുന്ന നാഗരികത. വളരെ മുൻപന്തിയിൽ നിന്ന വളരെ പുരോഗമനമായിരിക്കും കാര്യങ്ങൾ ചെയ്തതാണ് ഈ അക്കാഡിയൻ. ആ ഏരിയയിൽ തന്നെയാണ് 2400. നമുക്കത് വലിയ വിഷയമല്ല. പിന്നെ നമ്മൾ കാണുന്നതാണ് 2600 ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷൻ എവിടെയാണ്? സിന്ധു നദീതട സംസ്കാരം നമ്മുടെ ഭാരതത്തിലും പാകിസ്ഥാനും ആ ബോർഡറിലാണ്. അവിടെയാണ് സിന്ധു നദിയുടെ തീരങ്ങളിലുണ്ടായതാണ് ഈ സംസ്കാരം. അപ്പോൾ നോക്കുക, സുമേരിയൻ സിവിലൈസേഷൻ എവിടെ ഇരിക്കുന്നു? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 4000-ൽ. എന്നാൽ ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് 2600-ലാണ്. ഈ 2600 എന്ന് പറയുന്നത് അതിന് മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അത് പ്രോമിനൻ്റ് ആയിട്ട് ഹാരപ്പൻ എന്ന് പറയുന്ന ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒരു ഭാഗമാണ് ഹാരപ്പൻ. അപ്പോൾ ആ ഹാരപ്പൻ തന്നെ 2 ഉണ്ട്. പുരോഗമന ഹാരപ്പൻ അല്ലെങ്കിൽ പഴയ ഹാരപ്പൻ എന്ന്, അതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. ചരിത്ര ഗവേഷകന്മാർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം സിന്ധു നദിയുടെ സംസ്കാരത്തിൽ അവിടെ കണ്ടുപിടിക്കപ്പെട്ടതായിരിക്കുന്ന ബ്രിക്സ്, കല്ലുകൾ, അവിടെ അവർ ചെയ്തിരുന്നതായിരിക്കുന്ന ഡ്രെയിനേജ് സിസ്റ്റംസ്, ഇതെല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ രൂപപ്പെട്ടത്. ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ബന്ധപ്പെടുത്തുന്നത് നമ്മുടെ ദ്രാവിഡ സംസ്കാരവുമായിട്ടാണ്. ഈ ദ്രാവിഡ സംസ്കാരവുമായിട്ട് ഏകദേശം ചില കാര്യങ്ങളിൽ ചേർച്ച ഈ ഇൻഡസ് വാലി സിവിലൈസേഷനുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൽ നടക്കുന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കണം. ഇതിനെ മാറ്റിയിട്ട് ഇത് ആര്യൻ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെടുത്താനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ആര്യന്മാർ പണ്ടേ ഇവിടെ ഉള്ളതാണ് എന്ന് പറയുന്നതിന് കാരണം. എന്നാൽ നമ്മൾ തർക്കിക്കുകയും വാദിക്കുകയൊക്കെ ചെയ്യുന്ന പലരും പറയുന്നത് ആര്യൻ സംസ്കാരം പിന്നെ വന്നതാണ്. ആര്യൻ സംസ്കാരം നിങ്ങൾക്കറിയാമല്ലോ, ചാതുർവർണ്ണ്യമുള്ള ആര്യൻ സംസ്കാരം. ഈ ആര്യൻ സംസ്കാരം ചാതുർവർണ്ണ്യം അറിയാമല്ലോ എല്ലാവർക്കും. ഏതൊക്കെയാണ്? 4 കാസ്റ്റുകളാണ്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും ഉന്നതമായത്. ബ്രാഹ്മൺ, വൈശ്യ, ശൂദ്ര. ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഇതിലൊന്ന് ശൂദ്രന്മാരിപ്പോൾ ഈ 4ലും പെടുത്താത്തവരാണ് അൺടച്ചബിൾസ് എന്ന് പറയുന്ന അധികൃതരായിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ ഒരു 5 കാര്യങ്ങളുണ്ട്. ഈ 4 മാത്രമേ മനുഷ്യരായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ളൂ. 5ാമത്തെ മനുഷ്യനായിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല. ഇവിടെയാണ് നമ്മുടെ ക്രിസ്തു മതത്തിൻ്റെയും നമ്മുടെ വിശ്വാസത്തിൻ്റെയൊക്കെയും എഫക്റ്റ് നമ്മൾ കാണേണ്ടത്. അത് ജെയിംസ് അങ്കിളും സാക്ഷി അപ്പോളജറ്റിക്സും ഒക്കെ ഇത് വളരെ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പ്രസംഗങ്ങൾ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇത് നമുക്ക് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. എങ്ങനെയാണ് നമ്മുടെ ക്രിസ്തുമതം അല്ലെങ്കിൽ കർത്താവിലുള്ള വിശ്വാസം, മിഷണറിമാർ എങ്ങനെയാണ് നമ്മുടെ ഭാരതത്തിൽ മാറ്റം വരുത്തിയതെന്നുള്ളത് അത് വസ്തുനിഷ്ഠമായിട്ട് അല്ലെങ്കിൽ അത് നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതാണ് ആ സമയത്താണ് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിലാണ് ഒരുപക്ഷെ ഈ ദ്രാവിഡ സംസ്കാരം ഉടലെടുത്തതിന് കാരണം. അതവിടെ നിർത്തട്ടെ. ഈ സമയത്താണ് BC 1000-ലാണ് ദാവീദ് ഇസ്രായേലിൽ രാജാവായിട്ട് വരുന്നത്. ദാവീദ് ഇസ്രായേലിലെ രാജ്യം സ്ഥാപിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രൊമിനൻസിൽ വരുന്നത് BC 1000-ലാണ്. പിന്നെ കാണുന്നത് മേദ്യ സംസ്കാരം. ദാവീദിൻ്റേത് വലിയൊരു സാമ്രാജ്യമായിട്ടങ്ങും എല്ലാവരും കീഴ്പ്പെടുത്തിയൊന്നും എല്ലാവരും തകർത്തൊന്നും ഇല്ല കേട്ടോ. അത് ഞാൻ ഇടയിലൊന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചെന്നുള്ളതേ ഉള്ളൂ. സാമ്രാജ്യങ്ങളുടെ കൂട്ടത്തിൽ വരുന്നതല്ല അത്. എന്നാൽ പിന്നെ വരുന്ന സാമ്രാജ്യം എന്ന് പറയുന്നത് മേദ്യ പാർസ്യ സാമ്രാജ്യമാണ്. ഈ മേദ്യ പാർസ്യ സാമ്രാജ്യം BC 728-ലാണ്.
പിന്നെ അവരിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരാണ് നമുക്ക് കോരസ്, പേർഷ്യൻ കിങ് ആണ്. നമുക്കത് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ BC 331 ഗ്രീക്കിൻ്റെ അധിനിവേശമാണ്, ഗ്രീക്ക് സാമ്രാജ്യം. അപ്പോൾ പിന്നെ അതിനുശേഷം റോമ സാമ്രാജ്യം. ഈ 4 കാര്യങ്ങളാണ് ഓർത്തിരിക്കാൻ ഞാനത് റെഡിൽ ചുവപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബാബിലോണിയ സംസ്കാരം സാമ്രാജ്യം, പിന്നെ മേദ്യ പാർസ്യ സാമ്രാജ്യം, പിന്നെ ഗ്രീക്ക് സാമ്രാജ്യം, പിന്നെ റോമാൻ സാമ്രാജ്യം. നമ്മുടെ പഠനത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഈ 4 സാമ്രാജ്യങ്ങളാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്നത്. ഏതൊക്കെയാണ്? ബാബിലോണിയ സാമ്രാജ്യം ഒന്നാമതായിട്ട്, പിന്നെ രണ്ടാമതായിട്ട് മേദ്യ പാർസ്യ സാമ്രാജ്യം, പിന്നെ ഗ്രീക്ക് സാമ്രാജ്യം, പിന്നെ റോമാ സാമ്രാജ്യം. പിന്നെ വിക്കിപീഡിയയിലും മറ്റ് ആർട്ടിക്കിൾസിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. എങ്ങനെയൊക്കെയാണ് ഈ ഓരോ വർഷങ്ങളും അല്ലെങ്കിൽ ചില നൂറ്റാണ്ടുകൾ കടന്നുപോയത് നമ്മുടെ ചരിത്രത്തിൽ എന്നുള്ളത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഈ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ, ഞാനിപ്പോൾ അതിൽ ഭയങ്കര ക്യൂരിയസ് ആണ്. യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയത്ത് നമ്മുടെ രാജ്യം എങ്ങനെ ഇരുന്നു എന്നുള്ളത്, അല്ലേ, ഇന്ത്യയൊക്കെ എങ്ങനെ ഇരുന്നു എന്നൊക്കെ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കർത്താവ് അവിടെ യഹൂദന്മാരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ കർത്താവിന് ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് അറിയാമായിരുന്നു, ഇന്ത്യയെക്കുറിച്ച് അറിയാമായിരുന്നു. ഇതൊക്കെ എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയാണ് ഇതൊക്കെ നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കുണ്ടായിരുന്നത് ചേര, ചോള സാമ്രാജ്യങ്ങളാണ്. കേട്ടിട്ടുണ്ടോ? ചേര, ചോള, പാണ്ഡ്യ സംസ്കാരങ്ങൾ, അതൊക്കെയാണ് നമ്മുടെ ദേശത്ത് ഉണ്ടായിരുന്നത്. ആ സമയത്താണ്, അതിന് ഇച്ചിരി മുമ്പാണ് ഞാൻ പറഞ്ഞല്ലോ തിരുക്കുറൾ എന്ന് പറയുന്ന പുസ്തകം തമിഴ്നാട്ടിൽ അതുണ്ടാകുന്നത്. തിരുക്കുറൾ എന്നുള്ളൊരു പുസ്തകം, അത് തമിഴ് അറിയാവുന്നവർക്കും ഇംഗ്ലീഷ് അറിയാവുന്നവർക്കും അതിൻ്റെ ട്രാൻസ്ലേഷനൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്ന ഒരു പുസ്തകമാണ് തിരുക്കുറൾ എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ അത് വളരെ സ്കൂൾ തലം തൊട്ട് അല്ലെങ്കിൽ 1ാം ക്ലാസ് തൊട്ട് അവിടെ പഠിപ്പിക്കും, ഈ തിരുക്കുറൾ പഠിപ്പിക്കും. എത്രയോ 1200 ശ്ലോകങ്ങൾ ഏതാണ്ടുണ്ട്. അത് മിക്കവാറും പിള്ളേർക്കെല്ലാം കാണാപ്പാടമാണ് ആ ശ്ലോകങ്ങളെല്ലാം, മിക്കവാറും പിള്ളേർക്ക്, അത് അവിടെയുള്ള കുട്ടികൾക്ക്. നമുക്ക് അങ്ങനെയുള്ളൊരു പാഠ്യപദ്ധതി, നമുക്കങ്ങനെ ഒരു പുസ്തകം ഇല്ലാത്തത് കൊണ്ട് പഠിക്കുന്നില്ല. പക്ഷെ അവിടെ അവർ ഈ ശ്ലോകങ്ങൾ പഠിച്ചിരിക്കും. അത് ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പല ചിന്തകളാണ്, നല്ലതാണ് അത് വായിക്കാൻ. പക്ഷേ അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ, പലപ്പോഴും നമ്മുടെ ബിബ്ലിക്കലായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പഴയ നിയമത്തിലെ കാര്യങ്ങളിൽ നിന്നൊക്കെ അത് വന്നതായിരിക്കാനായിട്ട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇങ്ങനെയായിരുന്നു നമ്മുടെ രാജ്യത്തിൽ നടന്നുകൊണ്ടിരുന്നത്. നമുക്ക് വാണിജ്യ ബന്ധം ഇവരുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ശലോമോനിനൊക്കെ വാണിജ്യ ബന്ധം നമുക്കുണ്ടായിരുന്നു. ഇല്ല, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം, ഞാൻ ഒന്നുകൂടെ പറയുന്നുള്ളതേ ഉള്ളൂ. പല രീതിയിലുള്ള വാണിജ്യ ബന്ധം നമുക്ക്. ഏറ്റവും രസകരമായിരിക്കുന്ന കാര്യം, ആദ്യ സംസ്കാരം തൊട്ട് നമുക്കത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ബന്ധങ്ങൾ നമുക്ക് നമ്മുടെ രാജ്യവുമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഇൻഡസ് വാലി സിവിലൈസേഷന് ചില ബന്ധങ്ങൾ സുമേരിയൻ ഇതുമായിട്ടൊക്കെ ഉണ്ടായിരുന്നിരിക്കാമെന്ന് പറയുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ഒരേ സമയം അല്ലെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് ഉത്ഭവിച്ചതാണ്. അങ്ങനെ വരുമ്പോൾ ബിബ്ലിക്കലി നമുക്ക് മനസ്സിലാകും എവിടെ നിന്ന്, ബാബേലിൽ നിന്ന് പുറപ്പെട്ടവർ പല സ്ഥലങ്ങൾ അന്വേഷിച്ച് നടന്നു, പല ഭാഷകളായിപ്പോയി. അവരിങ്ങനെ പല സ്ഥലങ്ങളിൽ സഞ്ചരിച്ച് നടന്നിട്ട് അവസാനം അവർ ഏതെങ്കിലും നദി കാണും, അവിടെ അങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്യും, അവരുടെ നഗരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇനിയും ഇസ്രായേലിന് ഇനി നടക്കാനായിട്ട് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളതായിരിക്കുന്ന വിവരണങ്ങളാണ് ഞാൻ അതിൽ പ്രവേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ചില വാക്യങ്ങളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. നോക്കി, ഹോശേയ 3:4 ഈ ഇസ്രായേലിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചുള്ളതും ഇസ്രായേലിന് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചില വാക്യങ്ങളാണ്. ഈ വിധത്തിൽ ഇസ്രായേൽ മക്കൾ ബഹുകാലം രാജാവില്ലാതെയും പ്രഭുവില്ലാതെയും യാഗമില്ലാതെയും പ്രതിഷ്ഠയില്ലാതെയും ഏഫോദില്ലാതെയും ഗ്രഹബിംബമില്ലാതെയും ഇരിക്കുമെന്ന് ഹോശേയ പ്രവചിച്ചിട്ടുണ്ട്. ഇന്ന് യഹൂദന്മാർക്ക് രാജാവുണ്ടോ? ഇന്ന് യഹൂദന്മാർക്ക് രാജാവില്ല. ഇന്ന് യഹൂദന്മാർക്ക് യാഗമുണ്ടോ? പഴയ നിയമത്തിലെ യാഗം അപ്പോൾ യേശുക്രിസ്തു മശീഹ അല്ലെന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ അവരുടെ യാഗം എവിടെ പോയി, അല്ലേ? ആ യേശുക്രിസ്തു യാഗത്തിൽ അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവർക്ക് യാഗമുണ്ടായിരിക്കണം. പക്ഷേ യാഗം ചെയ്യാനായിട്ട് അവർക്ക് ദേവാലയം ഇല്ല, യാഗം ചെയ്യാൻ ദേവാലയം ഇല്ല. ഇന്നതുകൊണ്ട് അവർക്ക് പെസഹായോ അല്ലെങ്കിൽ മറ്റ് ആഘോഷങ്ങളൊക്കെ എല്ലാം ഇല്ല, അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് രാജ്യം സ്ഥാപിച്ചെങ്കിലും ഇന്നും അവർക്ക് ദേവാലയം അവരുടെ സ്വന്തമായിട്ട് വന്നിട്ടില്ല. ഇന്നത്തെ ദേവാലയം 3 വിഭാഗക്കാർക്കായിട്ട് കൈ കൊടുത്തിരിക്കുക. മുസ്ലിംസ് ഒരു സൈഡും അർമേനിയൻസ് ഒരു സൈഡും പിന്നെ യഹൂദന്മാർക്കുമായിട്ടാണ് ദേവാലയം കൊടുത്തിരിക്കുന്നത്. ഇവർക്ക് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഈ യഹൂദന്മാർക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളതെല്ലാം മറ്റുള്ളവരുടെ കൺട്രോളിലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന യഹൂദന് അവിടെ കെട്ടിയിരിക്കുന്നത് ആ ഡോം അല്ലെങ്കിൽ ഗോൾഡൻ ഡോം എന്ന് പറയുന്നത് ഇവർക്ക് പ്രവേശനമില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഇവർക്ക് യാഗം നടത്താനായിട്ട് അവകാശമില്ല. ഇന്ന് യാഗമില്ലാതിരിക്കുകയാണ്, പെസഹ ആചരിക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റാതെ ഇത്രയും വർഷങ്ങൾ. എത്ര വർഷമാണ്? AD 70 തൊട്ട്
AD 70 തൊട്ട് ഇന്ന് വരെ അവർക്ക് യാഗമർപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇത് നമ്മൾ ഓർത്തിരിക്കണം. ദൈവവചനത്തിൻ്റെ കൃത്യതയും ദൈവവചനത്തിൻ്റെ പ്രവചനങ്ങളുടെയൊക്കെയും ആ കൃത്യത നമ്മളിവിടെ മനസ്സിലാക്കണം. ഓക്കെ, ഇനി ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വരുമ്പോൾ അവർ വാളിൻ്റെ വായ്ത്തലാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. ജാതികളുടെ കാലം ഞാൻ പറഞ്ഞല്ലോ, ഏതാണ് ജാതികളുടെ കാലം എന്നുള്ളത്. ആ ജാതികളുടെ കാലം അതിനൊരു എൻഡ് വരുന്നവരെ എന്തു ചെയ്യും? യെരൂശലേം ചവിട്ടിക്കളയും. അപ്പോൾ ഇന്ന് വരെയും അവർക്ക് പൂർണ്ണമായിട്ടും അതിൻ്റെ അവകാശം ലഭിച്ചിട്ടില്ല. ഇസ്രായേലിലെയോ ദേവാലയത്തിൻ്റെ അവകാശം അവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ജാതികളുടെ കാലം അവസാനിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുകയില്ലല്ലേ. ഓക്കെ, അടുത്തത്, സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തി മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നല്ലോ. ഇതിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അതുവരെ ജാതികളുടെ പൂർണ്ണസംഖ്യ തികയുന്നവരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംഖ്യ തികയുന്നവരെ, ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വരുന്നവരുടെ സംഖ്യ തികയുന്നവരെ. അപ്പോൾ ഇത് ദൈവം കുറച്ച് നാൾ കൊടുത്തിരിക്കുക. ഇപ്പോൾ എത്ര നാൾ കൊടുത്തു നമുക്ക് ദൈവം? AD 70 മുതൽ കൊടുത്തിരിക്കുക. നമുക്ക് ദൈവം നമ്മുടെ കയ്യിൽ കൊടുത്തിരിക്കുക. സോ നമ്മുടെ ആ റെസ്പോൺസിബിലിറ്റി നമുക്ക് ഓർക്കാൻ വേണ്ടി ഇത് കാരണമായി തീരും. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. പൗലോസ് പറയുക, ഞാനും ഇസ്രായേലിനല്ലോ, അബ്രഹാമിൻ്റെ സന്തതിയിൽ ബെന്യാമീൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇസ്രായേലിനെ ഒരിക്കലും ദൈവം തള്ളിക്കളയാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ കേന്ദ്ര വിഷയമായിരിക്കുന്നത് ഇസ്രായേലാണ്. അപ്പോൾ ആ ഇസ്രായേലിനെ ദൈവത്തിന് ഒരിക്കലും തള്ളിക്കളയാനായിട്ട് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ ജാതികളുടെ കാലം എന്ന് പറയുന്നത് ഒരു സർട്ടൻ പീരീഡ് ഓഫ് ടൈം, കുറച്ച് നാളുകൾ മാത്രം ദൈവം വെച്ചിരിക്കുന്നതാണ് നമുക്കുള്ളത്. അതിന് മുമ്പുള്ള സമയം ഇസ്രായേലിനായിരുന്നു, അതിന് ശേഷമുള്ള സമയം ഇസ്രായേലിനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എത്രയായി? ഒരു ബ്രാക്കറ്റ് പീരീഡ് എന്ന് സാധാരണ പറയാറുണ്ട്. ഒരു ബ്രാക്കറ്റ് പീരീഡിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഇത് ദൈവിക പദ്ധതിയുടെ ഒരു മർമ്മമായിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനു മുമ്പ് ഇസ്രായേലിൻ്റെ കാര്യം ദൈവം വെളിപ്പെടുത്തി, ഇനി നടക്കാനുള്ള കാര്യങ്ങളും വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ അകത്ത് ഈ ജാതികളുടെ കാലം എന്ന് പറയുന്നതിനിടയിലാണ് സഭയുടെ രംഗപ്രവേശം. അപ്പോൾ ഈ ബ്രാക്കറ്റ് പീരീഡിലാണ് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ജനിക്കാനും ഈ സമയത്ത് ജനിക്കുവാനും ഈ സമയത്ത് കർത്താവിനെ സ്വീകരിക്കാനും കർത്താവിൻ്റെ സഭയായിട്ട് അല്ലെങ്കിൽ കർത്താവിൻ്റെ ജനമായിട്ട് മാറാനായിട്ടും ദൈവം നമുക്ക് വലിയൊരു അവകാശവും അവസരവും തന്നതാണ്. എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയതെന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. അല്ല, അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘന ഹേതുവായി ജാതികൾക്ക് രക്ഷ വന്നു എന്നേ ഉള്ളൂ. എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്ര അധികം. വളരെ പ്രസക്തമായിരിക്കുന്ന കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക. അപ്പോൾ അവരുടെ ലംഘനം, അവർ മെശിഹായെ റിജക്റ്റ് ചെയ്തെങ്കിൽ, വേണ്ട എന്ന് വെച്ചെങ്കിൽ, അത് നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നിരിക്കുക. ഒരു പക്ഷേ അവർ യേശുവിനെ മശിഹായിട്ട് അംഗീകരിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അല്ലേ? അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അത് ഇനിയും തുടങ്ങും. അതായത് ഈ ബ്രാക്കറ്റ് പീരീഡ് കഴിഞ്ഞിട്ട് തുടങ്ങുന്ന സംഭവങ്ങളുണ്ടല്ലോ, അത് അന്ന് നടക്കേണ്ട കാര്യങ്ങളാണ്. ബ്രാക്കറ്റ് പീരീഡ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ പീരീഡ് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഈ സമയം ഇല്ലായിരുന്നു എന്ന് വെച്ചോളൂ. ഇതങ്ങ് എടുത്തു കളഞ്ഞാൽ പിന്നെ അവരുടെ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. ഏതിൻ്റെ കണ്ടിന്യൂഷനാണ്? യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ കണ്ടിന്യൂഷനാണ് നടക്കേണ്ടത്. യേശുക്രിസ്തുവിനെ മശീഹയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, ടു ബി പ്രിസൈസ്, ഏറ്റവും പ്രിസൈസായിട്ട് പറഞ്ഞാൽ, യെരുശലേമിലേക്ക് കർത്താവ് പോകുമ്പോൾ ഹോസന്ന പാടിയില്ലേ? ആ ഹോസന്ന പാടിയത് അവിടെയാണ് സംഗതികൾ മാറുന്നത്. ആ ഹോസന്ന പാടി യേശുവിനെ രാജാവായിട്ട് അവർ അംഗീകരിച്ചിരുന്നെങ്കിൽ അന്ന് മുതൽ അവരുടെ അന്ത്യകാലം അല്ലെങ്കിൽ അവരുടെ അവസാന കാലങ്ങൾ ആരംഭിക്കുകയായിരുന്നു. അതവിടെ സംഭവിക്കുന്നില്ല. ആ ഹോസന്ന പാടി അകത്ത് ചെല്ലുന്നു, യെരുശലേമിൽ വെച്ച് അവന് പിടിക്കപ്പെടുന്നു, അവനെ ക്രൂശിക്കുന്നു. അവിടെയാണ് ടേണിംഗ് പോയിൻ്റ്, അവിടെയാണ് നടക്കുന്നത്. അതിന് ശേഷമുള്ളതാണ് ജാതികളുടെ കാലത്തിൻ്റെ ആരംഭമാകുന്നത്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. യെരുശലേമിലേക്ക് അവൻ രാജാവായി കടന്നു വരുന്നു, എന്നാൽ ജനങ്ങൾ അവനെ തിരസ്കരിക്കുന്നു. അപ്പോൾ ഇനി നമുക്കത് കാണാം. ഇനി ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഇത് ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് സ്റ്റഡിയാണ്, ഒത്തിരി സമയമെടുത്ത് പഠിക്കേണ്ട കാര്യമാണ്. ഇത് ഞാൻ ഈ കാണിക്കുന്നത്
3 അധ്യായങ്ങൾ എന്നുള്ളതിൻ്റെ വർണ്ണനകളാണ്. ദാനിയേൽ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കറിയാം, വായിച്ചാലും ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമാണ് നമ്മൾ വായിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇത് പിക്ചറിൽ വരച്ചിരിക്കുന്നുള്ളൂ. ദാനിയേൽ പുസ്തകം 2-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാം. വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടും നെഞ്ച് കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽ പകുതി ഇരുമ്പ് കൊണ്ടും പകുതി കളിമണ്ണ് കൊണ്ടുമായിരുന്നു. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്നു. ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ചു തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയി തീർന്നു. ഒരിടത്തും താങ്ങാനാവാതെ വണ്ണം കാറ്റ് അവയെ പറിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു, ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇതത്രേ സ്വപ്നം. അർത്ഥവും അടിയങ്ങൾ തിരുമനസ്സറിയിക്കാം. അർത്ഥം കൂടെ വായിച്ചു. രാജാവേ, തിരുമനസ്സുകൊണ്ട് രാജാതി രാജാവാകുന്നു. സ്വർഗസ്വനായ ദൈവം തിരുമനസ്സിലേക്ക് രാജത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു. മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും അവരെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കൈയിൽ തന്ന് എല്ലാറ്റിനും തിരുമനസ്സിലെ അധിപതിയാക്കിയിരിക്കുന്നു. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ട് തന്നെ. തിരുമനസ്സിലെ ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വവും സർവ്വഭൂമിയിലും വാഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള 3-മതൊരു രാജ്യത്വവും ഉത്ഭവിക്കും. 4-മത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ. തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയെ ഒക്കെയും ഇടിച്ചു തകർത്ത് കളയും. കാലും കാൽവിരലും പകുതി കളിമണ്ണും പകുതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിൻ്റെ താല്പര്യമോ അത് ഒരു ഭിന്ന രാജ്യത്വമായിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറേ ഉണ്ടായിരിക്കും. കാൽവിരൽ പകുതി ഇരുമ്പും പകുതി കളിമണ്ണും കൊണ്ട് ആയിരുന്ന പോലെ രാജ്യത്വം ഒട്ടും ബലമുള്ളതും ഒട്ടും ഉടഞ്ഞു പോകുന്നതും ആയിരിക്കും. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിൻ്റെ താല്പര്യമോ അവർ മനുഷ്യ ബീജത്താൽ തമ്മിൽ ഇടകലരുന്നുവെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചുപോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ ആ പ്ലാൻ അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിൻ്റാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്ത് സംഭവിക്കുമെന്നുള്ളത്. അത് നെബൂഖദ്നേസർ രാജാവിന് ലഭിച്ചതായിരിക്കുന്ന ഒരു സ്വപ്നമാണ്. അദ്ദേഹം സ്വപ്നം കണ്ടു, അദ്ദേഹം അത് മറന്നുപോയി. അപ്പോൾ ആരാണ് ഈ സ്വപ്നത്തെ എന്നെ ഓർപ്പിക്കുന്നതും അതിൻ്റെ അർത്ഥവും പറഞ്ഞു തരണം എന്നുള്ള ഡിക്ലറേഷൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം ദാനിയേൽ ആ സ്വപ്നവും അർത്ഥവും പറയുകയാണ്. സ്വപ്നം മറന്നുപോയി, എന്നാൽ ദൈവം വെളിപ്പെടുത്തി. ദാനിയേൽ ആ സ്വപ്നം പറയുക. എന്താ സ്വപ്നത്തിൽ കാണുന്നത്? ഒരു വലിയൊരു ബിംബമാണ്. ആ ബിംബത്തിൻ്റെ മുകൾ ഭാഗം, തലഭാഗം ഗോൾഡാണ്, സ്വർണം കൊണ്ടതാണ്, തങ്കമാണ്. പിന്നെ ഉള്ളത് വെള്ളി, സിൽവർ, ദെൻ ബ്രോൺസ്, ദെൻ അയൺ. ഞാനതൊരു സാധാരണ മനുഷ്യൻ്റെ അല്ലെങ്കിൽ അന്ന് കാണാൻ സാധ്യതയുള്ള ഒരു ഫറവോന്യ ആ രീതിയിലുള്ള ഒരു പടമാണ് ഞാനവിടെ വരച്ചിരിക്കുന്നത്. അവിടെ ആദ്യം ഗോൾഡ്. അതെന്തിനെയാണ് കാണിക്കുന്നത്? ആ സ്വർണം, തങ്കത്തിലുള്ള തല ബാബിലോണിയ സാമ്രാജ്യത്തെ കാണിക്കുന്നതാണ്. ഞാനതെല്ലാം പറഞ്ഞല്ലോ, 4 സാമ്രാജ്യങ്ങൾ നമ്മളെപ്പോഴും ഓർത്ത് വയ്ക്കണം. ഏതൊക്കെയാണ് സാമ്രാജ്യങ്ങൾ? ബാബിലോണിയ സാമ്രാജ്യം, മേദ്യ പേർഷ്യ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, റോമ സാമ്രാജ്യം. ഈ 4 സാമ്രാജ്യങ്ങളുമാണ് അവിടെ ആ ബിംബത്തിൽ വിവരിച്ചിരിക്കുന്നത്. ആദ്യം ബാബിലോൺ, പിന്നെ വെള്ളി മേദ്യ പേർഷ്യ, അതിനേക്കാൾ മാറ്റ് കുറഞ്ഞത്, പിന്നെ വരുമ്പോൾ ബ്രോൺസ്, അത് താമ്രത്തിലുള്ളത്, അത് ഗ്രീക്ക് സാമ്രാജ്യം, പിന്നെ അത് റോമൻ സാമ്രാജ്യം. ഈ റോമൻ സാമ്രാജ്യം 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതും ഇരുമ്പും കളിമണ്ണും ചേർന്നുള്ള കൺസ്ട്രക്ഷനാണ് അതിനുള്ളത്. മറ്റേതൊക്കെ പ്യൂരിറ്റി ഉള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ അതേ ക്വാളിറ്റി കാണിക്കുന്നതാണ്. ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ബ്രോൺസിൻ്റെയും കാണിക്കുന്നത്. എന്നാൽ അയൺ, ഇരുമ്പിലേക്ക് വരുമ്പോഴത്തേന് അതിൽ പകുതി കളിമണ്ണാണ്. അതിനൊരു പ്യൂരിറ്റി അവിടെ അവകാശപ്പെടാനായിട്ട് കഴിയത്തില്ല. ഈ റോമ സാമ്രാജ്യം 2ആയിട്ട് തിരിയുകയും പിന്നെ അതിൻ്റെ അന്ത്യത്തിൽ സംഭവിക്കുന്നത് ഇത് 10ആയിട്ട് പിന്നെ തിരിയും. അപ്പോൾ ഈ റോമാ സാമ്രാജ്യം 10ആയിട്ട് തിരിയും.
അതിൻ്റെ കാലുകൾക്കൊക്കെ നല്ല നീളമുള്ളത് കൊണ്ട് വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇത് ഈ റോമാ സാമ്രാജ്യം നീണ്ടു നിൽക്കുകയാണ്, വളരെ നീളത്തിലുള്ളതാണ്. എന്നാൽ റോമാ സാമ്രാജ്യം സാമ്രാജ്യം നോക്കിക്കഴിഞ്ഞാൽ അത് അസ്തമിച്ചു. അത് അസ്തമിച്ചു അതിനുശേഷം AD കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം. എന്നാൽ ഇന്നും റോമാൻ സാമ്രാജ്യത്തിൻ്റെ അതിനുശേഷം ഒരു സാമ്രാജ്യം ലോകത്തിൽ അതേപോലെ വന്നിട്ടില്ല. അതുകൊണ്ട് റോമാ സാമ്രാജ്യമാണ് ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇന്നും കണ്ടിന്യൂ ചെയ്യുന്ന ലോകത്തിൽ അദൃശ്യമായോ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ വയ്യാത്ത രീതികളിൽ റോമൻ നിയമങ്ങൾ, എല്ലാ കാര്യങ്ങളും, റോമൻ ട്രാഫിക്, റോമൻ റോഡ്സ്, ഇതെല്ലാം ഇന്ന് കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് റോമൻ സാമ്രാജ്യത്തിൻ്റെ അന്ത്യത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാനം വരുമ്പോഴാണ് ഇനി അത് 10 തിരിയാനായിട്ട് പോകുന്നത്. ഇത് നമുക്ക് ഒത്തിരി സമയമെടുത്ത് പഠിക്കുകയും ക്ലാസ് എടുക്കുകയും ചെയ്യേണ്ട ആവശ്യമാണ്. നമുക്കതിനുള്ള പരിസ്ഥിതി ഇപ്പോൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഈ റോമാ സാമ്രാജ്യം 10 പിന്നെ തിരിയും. അതിനുശേഷമാണ് ഒരു കല്ല് വരുന്നത്. ആ കല്ല് എന്താണ്? അത് കിങ്ഡം ഓഫ് ഗോഡ്. ഞാൻ അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, എളുപ്പമാണ്. കിങ്ഡം ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ്. ഈ ദൈവരാജ്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ എടുത്ത പോലെ ദൈവരാജ്യത്തിൻ്റെ ഫ്യൂച്ചർ ആസ്പെക്റ്റാണ്, ഇനി നടക്കാനായിട്ട് പോകുന്ന ആസ്പെക്റ്റാണ്. അതിന് 2 ഉണ്ടല്ലോ, വർത്തമാനകാലത്തിലുള്ള ദൈവത്തിൻ്റെ രാജ്യവും ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. ആ ദൈവരാജ്യം, ആ കിങ്ഡം ഓഫ് ഗോഡ് അവിടെ ഉദയം ചെയ്യുകയാണ്. ഇതാണ് ലോകത്തിൻ്റെ ഇനിയുള്ള പ്ലാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കാല് തൊട്ടുള്ളതാണ് ഇനിയുള്ള പ്ലാൻ. ഓക്കെ, ഇത് ഇനി ദാനിയേൽ ഇനിയൊരു ദർശനം ലഭിച്ചു ദാനിയേലിന്. ഇതിൻ്റെ വേറൊരു തരത്തിലുള്ള വേറൊരു സ്വഭാവ വിശേഷതകളെയാണ് പിന്നെ ദാനിയേലിന് 7-ാം അധ്യായത്തിൽ കാണുന്നത്. 7-ാം അധ്യായത്തിൽ ദാനിയേൽ കാണുന്നത് അവിടെ 4 മൃഗങ്ങളെയാണ്. അപ്പോൾ ആ 4 മൃഗങ്ങളും സാധാരണ മൃഗങ്ങളല്ല, വിശേഷതയുള്ള മൃഗങ്ങളാണ്. ഒന്ന് ഓടിച്ച് വായിച്ചാലും നല്ലതായിരിക്കുമെന്ന് കരുതുന്നു. ദാനിയേൽ 7-ാം അധ്യായത്തിൻ്റെ എല്ലാ വാക്യങ്ങളും വായിക്കാൻ ഒത്തിരി സമയമെടുക്കും നമുക്ക്. അത് ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. 7-ന്റെ 3 അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സ്വർഗത്തിൽ നിന്ന് കയറേറി വന്നു. ഒന്നാമത്തേത് സിംഹത്തിന് സദൃശ്യം, പക്ഷേ അതിനെന്തായിരുന്നു? കഴുകിൻ്റെ ചിറകുണ്ടായിരുന്നു, കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. അതിൻ്റെ ചിറക് പറഞ്ഞുപോയി, അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തി നിർത്തി അതിന് മാനുഷിക ഹൃദയം കൊടുത്തു. ഇതൊക്കെ ഒത്തിരി പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യേണ്ടൊക്കെ കാര്യങ്ങളാണ്. അതിലൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. അവിടെ നമ്മൾ കാണുന്നത് ആദ്യത്തേത് സിംഹവും പിന്നെ 2ാമത്തേത് കരടിയാണ്. ആ കരടിയുടെ ഒരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിൻ്റെ ഇടയിൽ 3 വാരിയെല്ലാം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം മൃഗമാണ് അവിടെ നമ്മൾ കാണുന്നത്. 3ാമത് പുള്ളിപ്പുള്ളിയാണ്. അതിന് മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. ഞാനത് അങ്ങനെയാണ് വരച്ചിരിക്കുന്നത്, 4 ചിറക്. പിന്നെ നമ്മൾ അവസാനം കാണുന്നത് ഒരു മൃഗമുണ്ട്. രാത്രി പിന്നെ കണ്ടത് അത് 4ാമത്തെ മൃഗമാണ്. അതിനെന്തായിരുന്നു? അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞു. മുമ്പേ കണ്ട സകല മൃഗങ്ങളും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. അവിടെ 10 കൊമ്പ്, ഇവിടെ നമ്മൾ കാണുമ്പോൾ കാലിൽ 10 വിരലുകൾ. സിമിലാരിറ്റി കണ്ടല്ലോ ഈ രീതിയിൽ. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നതിൻ്റെ കുറച്ചുകൂടെ വിശദമായിരിക്കുന്ന സ്വഭാവങ്ങളും ചില പ്രത്യേകതകളുമാണ് ഈ മൃഗങ്ങളുടെ ദർശനത്തിൽ കാണുന്നത്. അവിടെ ബിംബത്തിൻ്റെ ദർശനത്തിൽ ലിമിറ്റഡ് ആയിരിക്കുന്നൊരു വിഷനും അതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് വേറെ രീതികളിൽ സ്വഭാവത്തെ, ആ രാജ്യത്വത്തിൻ്റെ സ്വഭാവങ്ങൾ. ഏതൊക്കെ രാജ്യത്വം? വീണ്ടും പറയാം. ബാബിലോണിയൻ സാമ്രാജ്യം, മേദ്യ പാർസ്യ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, റോമാ സാമ്രാജ്യം. ഈ 4 സാമ്രാജ്യത്തിൻ്റെയും സ്വഭാവ വിശേഷതകളാണ് 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പിന്നെ വരുന്നതാണ്, അവസാനം വരുന്നത് ആ സാമ്രാജ്യത്തിൻ്റെയാണ് ഒരു വളരെ പ്രത്യേകതകൾ നമ്മൾ കാണുന്നത്. ഇനി അതിൻ്റെ കുറച്ചുകൂടെ വിശദമായിരിക്കുന്ന കാര്യങ്ങൾ ദാനിയേലിൻ്റെ 2ാമത്തെ ദർശനത്തിൽ കാണുന്നത് ദാനിയേൽ 8-ാം അധ്യായമാണ്. ആ 8-ാം അധ്യായത്തിൽ കാണുന്നത് എന്തുവാണ്? 8-ാം അധ്യായത്തിൽ കാണുന്നത് നോക്കുക, 8-ന്റെ 3. ഞാൻ തലപൊക്കിയപ്പോൾ 2 കൊമ്പുള്ള ഒരു ആറ്റുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു, ഒന്ന് മറ്റേനേക്കാൾ അധികം നീണ്ടത് ഒടുക്കത്തെ മുളച്ചു വരുന്നതായിരുന്നു. പിന്നെ അതിൻ്റെ അടുത്ത 5-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഒരു കോലാട്ടുകൊറ്റൻ പടിഞ്ഞാറുന്ന് നിലം തൊടാതെ വരും. അപ്പോൾ 2 ആടുകളെ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒന്ന് അവിടെ ഒരു ആട്ടുകൊറ്റനും പിന്നെ ഒരു കോലാട്ടുകൊറ്റനും. ഈ 2 ആടുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് അവിടെ ഇനി അടുത്ത ദർശനം വരുന്നത്. അവിടെ നിന്നാണ് ഒരു ചെറിയ കൊമ്പൊക്കെ പുറപ്പെടുന്നതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇത്രയും വിശദമായിട്ട് നമുക്ക് എടുക്കാൻ കുറേ സമയം നമുക്ക് വേണ്ടി വരും. അതുകൊണ്ട് ചുരുക്കമായിട്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. അവിടെയാണ് അന്തിക്രിസ്തുവിൻ്റെ ഉദയം നമ്മൾ കാണുന്നത്. അന്തിക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രതിപാദനം നമുക്ക് അവിടെയാണ് വരുന്നത്.
ഈ ഈ ദർശനങ്ങൾ ദാനിയേലിന് ലഭിച്ചെങ്കിൽ ഇതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന കുറച്ചുകൂടെ വിശദമായിരിക്കുന്നതാണ് നമുക്ക് എവിടെ കാണുന്നത്? വെളിപ്പാട് പുസ്തകം, റെവലേഷനിൽ, വെളിപ്പാട് പുസ്തകത്തിൽ കാണും. അപ്പോൾ ഈ ദാനിയേൽ പ്രവചനം പഠിച്ചിട്ട് പിന്നെന്ത് ചെയ്യണം? വെളിപ്പാട് പുസ്തകം പഠിക്കുകയാണെങ്കിൽ വളരെ നമുക്ക് നല്ല വിശദമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ഈ ഏറ്റവും അവസാനത്തിൽ സംഭവിക്കുന്നില്ലേ, അതാണ് കൂടുതൽ വിശദമാക്കിയിരിക്കുന്നത്. ദാനിയേൽ ആദ്യം മുതലുള്ളതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ ഒരു മാക്രോ ലെവലിൽ ബൃഹത്തായിരിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാനിയേൽ പുസ്തകത്തിൽ. അപ്പോൾ ഈ ദാനിയേൽ പുസ്തകം പഠിച്ചാൽ നമുക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ നടന്നെങ്കിൽ, അതായത് എവിടെ മുതൽ, ബാബിലോൺ മുതൽ റോമാ സാമ്രാജ്യം വരെയുള്ള ആ ബിംബത്തിൽ കാണുന്ന കാര്യങ്ങൾ നടന്നെങ്കിൽ ആ റോമാ സാമ്രാജ്യത്തിൽ ഇനി നടക്കാനുള്ളത് പോകുന്ന കാര്യങ്ങളും നടക്കും. അതാണ് അതിൻ്റെ വിശദീകരണം. ആദ്യത്തേതൊക്കെ നടന്നെങ്കിൽ അത് പ്രവചിക്കുന്നതാണ്, അതും പ്രവചനമാണ്. ആ പ്രവചനങ്ങൾ നടന്നെങ്കിൽ ബാബിലോണിയ രാജാവിൻ്റെ സമയത്താണ് ഈ കാര്യങ്ങൾ ദാനിയേൽ പറയുന്നത്. ഏതാ? ആ ഇമേജിനെ കുറിച്ചും ആ ദർശനത്തിൽ അവർ രാജാവ് കണ്ട സ്വപ്നത്തെക്കുറിച്ചും പിന്നെ ദാനിയേലിന് കിട്ടുന്ന ഇതൊക്കെയും ആ ബാബിലോണിയ മേദ്യ പാർശ്യ സമയത്താണ്. ആദ്യത്തേത് ബാബിലോണിയ സമയത്തും പിന്നെ ദാനിയേൽ ജീവിച്ചിരുന്നത് മേദ്യ പാർശ്യ കാലഘട്ടത്തിലും ദാവീദ് ജീവിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ടത് നമുക്ക് ദാനിയേൽ പുസ്തകം ഒന്ന് വീട്ടിൽ പോയി ഒന്ന് വായിച്ചു നോക്കണം. ഒറ്റയടിക്ക് അങ്ങ് വായിച്ചു തീർക്കുക. അല്ലാതെ പാസേജായിട്ടൊന്നും വായിക്കേണ്ട. ഒറ്റയടിക്ക് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ അതൊന്ന് വായിച്ച് തീർത്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ഒരു പിക്ചർ നമ്മുടെ മൈൻഡിൽ ഫോം ആവും. എന്താണ് അത് ദാനിയേൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, മുൻപോട്ട് പോവാം. ഇനി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന് 490 വർഷങ്ങൾ എന്നുള്ളൊരു സീക്വൻസുമായിട്ട് ബന്ധമുണ്ട്. ഇതും ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒരു ഗ്ലിംസ് തരാം. പിന്നെ നമുക്ക് എപ്പോഴും ദൈവം അനുവദിക്കുമ്പോൾ ഈ ടോപ്പിക് എടുക്കുമ്പോൾ കുറച്ചുകൂടെ വിശദമായിട്ടൊക്കെ നമ്മുടെ കാര്യങ്ങൾ നോക്കാം നമുക്ക്. ഇപ്പോൾ ദാനിയേൽ പുസ്തകം 9-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ദാനിയേൽ 9-ന്റെ 24 മുതലുള്ള വാക്യങ്ങൾ ഇനി നടക്കാനായിട്ട് പോകുന്ന കാര്യങ്ങളാണ്. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അതിക്രമത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിന് വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞു ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്തെന്നാൽ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും, അവന് ആരും ഇല്ലെന്നു വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവനും വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും. ഇനി നെഹമ്യ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം ആദ്യം വായിക്കണം. നെഹമ്യ 2:1. അർത്ഥഹഷ്ട രാജാവിൻ്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിൻ്റെ മുമ്പാകെ ഇരുന്ന് വീഞ്ഞെടുത്തു അവന് കൊടുത്തു. ഞാൻ ഇതിനു മുമ്പേ ഒരിക്കലും അവൻ്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. ഇനി 9-ാം വാക്യം. 8-ന്റെ അവസാനം 9-മാണ്. ആലയത്തോട് ചേർന്ന കോട്ടവാതിൽക്കൾക്കും പട്ടണത്തിലെ മതിലിനും ഞാൻ ചെന്ന് പാർപ്പാനിരിക്കുന്ന വീട്ടിനും വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിൻ്റെ വനവിചാരകനായ ആസാഫ് എനിക്ക് മരം തരേണ്ടതിന് അവനൊരു എഴുത്തും നൽകണമേ എന്നും ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു. എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരിക്കുന്നത് കൊണ്ട് രാജാവ് അത് എനിക്ക് തന്നു. ഇതെന്താ ഇതുമായിട്ടുള്ള ബന്ധം എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 70 ആഴ്ചകളാണ് എന്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് ഈ 70 weeks are determined for your people and for your holy city to finish the transgression to make an end of sins. എല്ലാത്തിനും അതിൻ്റെ അന്ത്യം വരാനായിട്ട് 70 ആഴ്ചകൾ കൊടുത്തിരിക്കുന്നു. ഇനി തൊട്ടുള്ളത് നല്ലതായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഇന്നൊരു 5 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച
അടുത്ത ക്ലാസ്സിൽ ഇത് പറഞ്ഞ് ഞാൻ ആ ക്ലാസ്സോടെ തീരും. മൂന്ന് ക്ലാസ്സാണുള്ളത്. ഈ ക്ലാസ്സിൽ ഇപ്പം നമ്മൾ കാണുന്നത് ഈ 70 ആഴ്ചകൾ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് പതിയുകയാണ്. ഇത് തുടർന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഈ 70 ആഴ്ചകൾ എന്നുള്ളത് ഇസ്രായേലുമായിട്ട് വളരെ ബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി സംഭവിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങൾ 70 ആഴ്ചകളാണ്, 70 വീക്സാണ്. 70 ആഴ്ചകളിൽ സംഭവിക്കുന്നത്. ഈ ആഴ്ചകളെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഞായറാഴ്ച തൊട്ട് ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളുള്ള ആഴ്ചയല്ല, അവിടെ 70 സെവൻസ് എന്നാണ്. 70 ഏഴുകൾ. 70 ഏഴുകൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുവാ? 70 ഏഴുകളെ വർഷങ്ങളായിട്ട് എടുക്കുമ്പോൾ 490 വർഷങ്ങൾ. ഇത് മൈൻഡിൽ അങ്ങ് ഫിക്സ് ചെയ്തോണേ. ഈ 490 എന്നുള്ളത് ഒരിക്കലും മറന്നു പോകല്ലേ അവസാനം വരെ. ഈ 490 എന്നുള്ളത് ഓർത്തിരുന്നാൽ വളരെ രസകരമാണ്. ഈ 70 ആഴ്ചകളാണ് ഇനിയും ഉള്ളത്. അവിടെ പറയുക ഇസ്രായേലിന് ഇനിയുള്ളത് 70 ആഴ്ചകളാണ്. എപ്പോൾ തൊട്ടെന്നും പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് അത് അവസാനം എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എപ്പോൾ തൊട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്ന സമയത്ത് 70 weeks are determined for your people and for you all to finish the transcript, to make end of sins, to make the ഇതെല്ലാം പറഞ്ഞിട്ട് celebration and to anoint the most holy. ദൈവത്തിൻ്റെ രാജ്യം വരാനായിട്ട് ഇനി വരുന്നത് 70 ആഴ്ചകളാണ്. അത് ഇനി ദാനിയേൽ 9:24 വരുമ്പോൾ that from the going forth of the command, കൽപ്പന പുറപ്പെടുവിക്കുമ്പോൾ, ആ വാക്യം കൂടെ വായിച്ച് നമുക്ക് ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. 9:24 വരുമ്പോൾ അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും പിന്നെ തക്കവണ്ണം നിരത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി അടുത്ത വാക്യമാണ് ഇമ്പോർട്ടൻ്റ്. യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ എന്നുകൊണ്ടാ യെരുശലേമിനെ പണിയാനായിട്ടുള്ള കൽപ്പന പുറപ്പെടുന്നത്. എപ്പോഴാണ് കൽപ്പന പുറപ്പെട്ടെ? നെഹമ്യാവിൻ്റെ സമയത്ത്. നെഹമ്യാവിൽ നമ്മൾ വായിച്ചല്ലോ. നെഹമ്യാവിൽ വായിച്ച ആ സംഭവം ഉണ്ടല്ലോ, അവിടെ രാജാവ് എഴുത്ത് കൊടുത്തു. ആ എഴുത്ത് കൊടുത്ത സമയം മുതൽ 70 ആഴ്ചവട്ടങ്ങൾ എന്ന് പറയാൻ 70 sevens. 70 sevens 70 × 7 490 വർഷങ്ങളാണ്. അപ്പോൾ ഈ 490 വർഷങ്ങളും കൂടെ ഉള്ളൂ ഇസ്രായേൽ. അത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഭരണം അവിടെ ആരംഭിക്കുക. അപ്പോൾ ഈ 70 × 7 490 വർഷങ്ങൾ ഇനിയുമാണ് കൊടുത്തിരിക്കുന്നത്. ആർക്ക് കൊടുത്തിരിക്കുന്നത്? ഇസ്രായേലിനെ കൊടുത്തിരിക്കുക. 490 വർഷങ്ങളിൽ അവരുടെ എല്ലാം കംപ്ലീറ്റായി അവിടെ ദൈവത്തിൻ്റെ ഭരണം ആരംഭിക്കണം. ഓക്കെ, എന്തുകൊണ്ട് ആരംഭിച്ചില്ല? 490 വർഷം കഴിഞ്ഞില്ലേ, എന്തുകൊണ്ട് ആരംഭിച്ചില്ല? ഓക്കെ, ഇവിടെയാണ് നമ്മളിനി അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ആഴ്ച മുഴുവൻ നമുക്ക് ചിന്തിച്ചിട്ട് ദാനിയേൽ പുസ്തകം വായിച്ചിട്ടൊക്കെ വരാം. അടുത്ത ആഴ്ച നമുക്ക് വേറെ മീറ്റിംഗ് ആണല്ലോ. അത് കഴിഞ്ഞിട്ട് ദൈവം അനുവദിച്ചാൽ കർത്താവ് നമുക്ക് ആയുസ്സും ആരോഗ്യവും ബലവും സാവകാശവും ഒക്കെ തരികയാണെങ്കിൽ നമുക്ക് ഇരുന്ന് ഇതിൻ്റെ പഠിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.